കളി കളിച്ചൊന്നു പഴകിയ പഴയ കാലം തൊട്ടു തൊപ്പിയിട്ടും മടങ്ങിയ പഴയ കാലം തോൽവി പേടിച്ചെങ്ങു ഓടിപ്പോയ പഴയ കാലം ഹേ ഇത് പഴതല്ല പുതിയ കാലം ലിസ്റ്റ് കോൺഷ്യസ്ലി എടുത്തൊരു മൂവാണ് റാപ്പിലേക്ക്. ചെറുപ്പത്തിലേ നമുക്ക് ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ, ഇതെന്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തുകൂടാ, രാത്രി ഇന്ന സമയം കഴിഞ്ഞ് തിരിച്ചു വരണം എന്നുള്ളത് എന്തുകൊണ്ട് വന്നു. അറിവ് ആൻഡ് നവ്സ് അവര് രണ്ടുപേരും റാപ്പ് കേട്ടപ്പോ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഇങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റുന്നത് എന്തും ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്, ഇൻക്ലൂഡ് ചെയ്യാനാണ് നമുക്ക് അറിയാത്തത്. എന്നിലെ അമ്മ ജനിച്ചപ്പോൾ പുറത്തേക്ക് വന്നതാണ് എൻ്റെ സ്റ്റോറി ടെല്ലിങ് കഴിവൊക്കെ. ഡെലിവറി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അപ്സൈഡ് ഡൗൺ ആവുമല്ലോ, നമ്മൾ മൊത്തത്തിൽ മാറും. എൻ്റെ രണ്ടാം ജന്മം പോലെ എനിക്ക് പലതും പഴയത് ഓർമ്മ തന്നെ വരാറില്ല. ഒരു കുട്ടിയോടുള്ള നമ്മുടെ ഒരു സഹാനുഭൂതി, അതായത് നമ്മുടെ ഒരു എംപതി എങ്ങനെ വർക്ക്ഔട്ട് ആവണം എന്നുള്ളത് കഥയിൽ നിന്ന് നമുക്ക് കിട്ടാം. നേരമിരുളാകുന്നു കണ്ണേ, അമ്മയും ഇരുളിലാണല്ലോ. ഇന്ദുലേഖ വാര്യരാണ് ഇന്ന് കൂടെ ഉള്ളത്. വെൽക്കം. താങ്ക് യു. സോ ഇതുവരെ ഉള്ളൊരു ജേണി നോക്കിക്കഴിഞ്ഞാൽ ഒരു ലോങ് ജേണിയാണ്. പ്ലേ ബാക്ക് സിംഗറായി ആൻഡ് റാപ്പർ, സ്റ്റോറി ടെല്ലർ എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ജേണിയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു മേഖല ചോദിച്ചാൽ ഡിഫിക്കൽട്ട് ആണെന്നറിയാം, സ്റ്റിൽ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നതും ഒക്കെ ഏതായിരിക്കും? അങ്ങനെ ചോദിച്ചാൽ ഓഡിയൻസ് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന എല്ലാം എനിക്കിഷ്ടമാണ്. ഫീഡ്ബാക്ക് കിട്ടുന്ന ഏത് വെന്യൂ ആണെങ്കിലും ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യാം. അതിപ്പോ ഞാനതിനെ വേണമെന്ന് വെച്ച് ഇത് ചൂസ് ചെയ്തതും അല്ല, അതെല്ലാം ഇങ്ങനെ വന്നു ചേർന്ന കരിയേഴ്സാണ്. ഇഷ്ടപ്പെട്ട ആൾക്കാർ വിളിച്ചു കൊണ്ടുപോയതാണ്. അപ്പൊ അത് കാരണം ഫീഡ്ബാക്ക് ഉള്ള, അതെങ്ങനെയാണെങ്കിലും ഫീഡ്ബാക്ക് ഉള്ള എല്ലാ സ്റ്റേജസും ഐ പെർഫോം. സോ ഈ സിംഗറായി പ്ലേ ബാക്ക് സിംഗറായിട്ട് നിന്നു. അത് കഴിഞ്ഞ് റാപ്പിലേക്കുള്ള ഒരു ഷിഫ്റ്റ് വന്നപ്പോൾ കുറച്ചുകൂടെ ഒരു എക്സ്പോഷർ കിട്ടി. സോഷ്യൽ മീഡിയയിലൂടെയും ഒരുപാട് ന്യൂസ് ചാനൽസ് എല്ലാം മീറ്റെടുത്ത് ഒരുപാട് ഒരു എക്സ്പോഷർ കിട്ടിയല്ലോ. സോ ആ ഒരു ഷിഫ്റ്റ് എങ്ങനെയായിരുന്നു, ലൈക്ക് കരിയർ വൈസും പേഴ്സണലിയും എങ്ങനെയായിരുന്നു ലൈക്ക് ബാധിച്ചതും എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അത്? അത് ആക്ച്വലി ഞാൻ മനഃപൂർവ്വം എടുത്ത ഒരു സ്റ്റെപ്പാണ്. കാരണം ഇത് സ്മോൾ ഫിഷ് ഇൻ എ ബിഗ് പോണ്ട് എന്ന് പറഞ്ഞ പോലെ പാട്ടുകാർ കുറേ ഉണ്ട്. കുറേ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കല്ലെടുത്തെറിഞ്ഞ പാട്ടുകാരുടെ മേത്താണല്ലോ വീഴുക. അപ്പോൾ പാട്ടുകാരിയായി മാത്രം നിന്നുകൊണ്ട് എനിക്ക് അന്ന് ആ റാപ്പ് ചെയ്യുന്നവരെ എനിക്ക് അങ്ങനെ ഒരു ആരും പറഞ്ഞാൽ അറിയുക അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ ഇവിടെ നിൽക്കണമെങ്കിൽ, ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെ കോൺഷ്യസ്ലി എടുത്തൊരു മൂവാണ് റാപ്പിലേക്ക്. അത് 2020 ഫസ്റ്റ് ചെയ്തത്. അതിപ്പോഴും അതേ സ്വിങ്ങിൽ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത്രയും ഫുള്ളായിട്ട് ഞാൻ എല്ലാ വർഷവും പാട്ടിറക്കുക, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ഇറക്കുക, അതൊന്നുമില്ല. പക്ഷെ അതെനിക്കൊരു ലേബൽ ഉണ്ടാക്കി തന്നത് റാപ്പ് ആണ്. എൻ്റെ പേര് ഇന്ദുലേഖ കേട്ട ആരെങ്കിലും ഓക്കെ എന്നെ ചെയ്യണ ആളാണല്ലേ എന്ന് വന്നത് റാപ്പ്. അപ്പൊ പിന്നെ അതൊരു കോൺഷ്യസ് മൂവ് ആയിരുന്നു. അതൊരു തുടക്കമായി. പിന്നെ ഇതിൽ തന്നെ നിൽക്കാമെന്നുള്ളൊരു ധൈര്യം തന്നത് ആ ഒരു മൂവാണ്. സോ ഈ റാപ്പിന്റെ ആ ഒരു പാറ്റേൺ എങ്ങനെയാണ് പോകുന്നത്? ഇപ്പൊ റൈറ്റിംഗ് മുൻപ് അധികം എഴുത്തില്ലായിരുന്നു എന്നുള്ളത് ഞാൻ വായിച്ചു. അതിനുശേഷമാണ് കൊറോണയാണല്ലോ എഴുതാനുള്ളൊരു ഒക്കെ തന്നു കുറേ പേർക്ക്. സോ ആ എഴുത്തിലേക്കുള്ള ഷിഫ്റ്റും എങ്ങനെയായിരുന്നു? ലൈക്ക് നമ്മൾ എഴുതുന്ന സാധനം നമുക്ക് തന്നെ എപ്പോഴും ഇഷ്ടപ്പെടണം എന്നില്ല. എഴുതുന്നു, ഒപ്പീനിയൻസ് എടുക്കുന്നുണ്ട്. എങ്ങനെയാണ് എഴുത്തിന്റെ ഒരു പാറ്റേൺ പോകുന്നതൊക്കെ? എഴുത്ത് ഒന്നും എഴുതിയിരുന്നില്ല. പിന്നെ എൻ്റെ മനസ്സിൽ എഴുതണം എന്ന് തോന്നിയപ്പോൾ ഫസ്റ്റ് വരുന്ന എല്ലാ പോയിന്റും വിമൻ ഓറിയന്റഡ് ആയിരുന്നു. വിമൻ എംപവർമെന്റിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ചെറുപ്പത്തിലേ നമുക്ക് ഉണ്ടാവുമല്ലോ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാവും. ഇതെന്തുകൊണ്ടാ ഇങ്ങനെ, ഇതെന്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തുകൂടാ, അതായത് രാത്രി ഇന്ന സമയം കഴിഞ്ഞ് തിരിച്ചു വരണം എന്നുള്ളത് എന്തുകൊണ്ട് വന്നു. പിന്നെ കല്യാണം കഴിച്ച് വിടുക, അങ്ങനെയാണല്ലോ പറയാ. കല്യാണം കഴിപ്പിച്ച് വിടുക, അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ പെൺകുട്ടി അവിടുന്ന് പോയി, വീട്ടിൽ നിന്ന് പോയി. അതൊക്കെ ചെറുപ്പം മുതലേ എങ്കിടാ കല്യാണം കഴിച്ച് കൊടുത്തേക്കണേന്നല്ലേ ചോദിക്കുക. അപ്പൊ അതൊന്നും എനിക്ക് ചെറുപ്പത്തിലേ സഹിക്കാൻ പറ്റില്ലായിരുന്നു. എന്തുകൊണ്ടാ അങ്ങനെ പെൺകുട്ടി മാത്രം ഇറങ്ങി പോണേ, എന്തുകൊണ്ടാണ് റെസ്ട്രിക്ഷൻസ് വെക്കണേ, ഇതൊക്കെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നതാ. അപ്പോ നമ്മൾ റെബൽ പോയട്രി എന്നുള്ള ഒരു ജോണറിലാണ് ഞാൻ ആ പെണ്ണ് പറഞ്ഞിട്ടുള്ള റാപ്പ് ചെയ്തത്. അതില് എനിക്ക് പ്രതികരിക്കണം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയണം തോന്നിയത് അപ്പോൾ ഇതിനെ പറ്റിയായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി തന്നെയാണ് 2-3 റാപ്പ് ഒരുമിച്ച് ചെയ്തത്. അതിന്റെ വരികൾ എങ്ങനെയാ വന്നേന്ന് ചോദിച്ചാൽ ഞാൻ എഴുതി തുടങ്ങി.
എനിക്ക് തമിഴ് റാപ്പേഴ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നവ്സ് എന്നൊക്കെ പറഞ്ഞത്, നവ്സ് 47 എന്ന് പറഞ്ഞിട്ട് നവീനി എന്നൊരു റാപ്പറുണ്ട്. അപ്പോൾ അവര് കുറെ തമിഴില് റാപ്പ് ചെയ്യണ കേട്ടപ്പോഴാണ് എനിക്ക് മലയാളത്തിലും എഴുതാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഇംഗ്ലീഷ് കേൾക്കുമ്പോൾ എനിക്ക് എന്താ വെച്ചാൽ നമുക്കിത് പറ്റുമോ, റൈമിംഗ് ഒക്കെ വരാൻ കുറച്ച് പാടാണ്. അറിവ് ആൻഡ് നവ്സ് അവര് രണ്ടുപേരും റാപ്പ് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയി. ഇങ്ങനെ മലയാളത്തിൽ എഴുതാൻ പറ്റും തോന്നി. അങ്ങനെയാണ് ഞാൻ എഴുതി തുടങ്ങി. എഴുതി തുടങ്ങിയ പിന്നെ കിട്ടാറുണ്ട്. എന്തോ ഒരു ഭാഗ്യത്തിന്. തുടങ്ങാൻ ഭയങ്കര പാടാണ്. പക്ഷെ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫ്ലോയില് ഞാൻ മിക്കവാറും കംപ്ലീറ്റ് ചെയ്തിട്ടേ നിർത്തുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ മിക്കവാറും ഒറ്റ സ്ട്രെച്ചിൽ കഴിയും. അത് ഇപ്പൊ ഒരു ഹാഫ് ഡേ, ചിലപ്പോൾ ഹാഫ് ആൻ അവറിൽ കഴിയും, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഹാഫ് ഡേയിൽ തീർക്കും. അങ്ങനെയാണ്. ഇപ്പൊ ഈ റാപ്പേഴ്സിന് ഒരു ഫുൾ അക്സെപ്റ്റൻസ് കിട്ടിത്തുടങ്ങിയതും ഇപ്പൊ അടുത്ത കാലത്താണ്. വളരെ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. അതിൽ തന്നെ ഫീമെയിൽ റാപ്പേഴ്സിന്റെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടല്ലോ. ഇപ്പം ഫീമെയിൽ റാപ്പേഴ്സ് നമ്മുടെ മലയാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറവാണ്. സോ അതില് ഈ റാപ്പേഴ്സിന്റെ ഇടയിലുള്ള ഒരു ഫീമെയിൽ റാപ്പർ എന്ന് പറയുമ്പം ലൈക്ക് ബയാസ്ഡ് ആയിട്ട് തോന്നുന്നുണ്ടോ? സംടൈംസ് അത് ഓപ്പർച്യൂണിറ്റീസിൽ അത് ഭയങ്കര പ്രശ്നം വരാറുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ വലിയ ഷോസ് ഒക്കെ വരുമ്പോ ചില സമയത്ത് മേ ബി ഒരാളെ ഉള്ളൂ വെച്ചാൽ ഒരാളെ വിളിക്കണം, അല്ലെങ്കിൽ കുറേ പേരുണ്ടെങ്കിൽ മേ ബി ഞങ്ങളൊരു കമ്മ്യൂണിറ്റി ആയി ഒരുമിച്ച് പോയി നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. ഇതിപ്പോ കുറച്ച് പേരാവുമ്പോ എന്തും ഒഴിവാക്കാൻ വളരെ എളുപ്പമാണ്. ഇൻക്ലൂഡ് ചെയ്യാനാണ് നമുക്ക് അറിയാത്തത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഫംഗ്ഷൻ ആരെങ്കിലും വിളിക്കുകയാണെങ്കിലും ആരെയൊക്കെ വിളിക്കണം എന്ന് നമുക്ക് വേഗം ഇത് ചെയ്യാൻ പറ്റില്ല. ഒഴിവാക്കണ്ട, വേഗം ഒഴിവാക്കി വിടും. ആ ഒരു ഇത് ഏത് ഇൻഡസ്ട്രിയിലാണെങ്കിലും ഉണ്ടാവും. അത് വേണ്ട, നമുക്ക് ഇതെടുത്താൽ മതി അങ്ങനെ പറയില്ല. അപ്പോൾ ഒഴിവാക്കുക എന്നുള്ളത് സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ അതില് ഒഴിവാക്കപ്പെടാറുണ്ട്. പക്ഷെ മേ ബി ഞാൻ കൂടുതൽ നമ്പർ ഓഫ് റാപ്സ് ചെയ്യാത്തോണ്ടായിരിക്കാം കുറച്ചും കൂടി എണ്ണം ഒരു 5 to 10 ഒക്കെ, ഞാൻ ഒരു 4 to 5 ചെയ്തിട്ടുള്ളൂ. കുറച്ചും കൂടി നമ്പേഴ്സ് ഇറക്കാത്തത് എൻ്റെ ഒരു ഭാഗത്തെ ഒരു മിസ്റ്റേക്കും കൂടിയാണ്. കുറച്ചും കൂടി ചെയ്താൽ കുറച്ചും കൂടി ആക്സെപ്റ്റൻസ്, ഓഡിയൻസിൽ നിന്ന് കൂടുതൽ ആക്സെപ്റ്റൻസ് വരുമ്പം ഓട്ടോമാറ്റിക്കലി ഓപ്പർച്യൂണിറ്റി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട്, പിന്നെ ഞാൻ വിചാരിക്കും അത് പോട്ടെ, അതൊന്നും നോക്കണ്ട, എനിക്ക് തോന്നുമ്പോൾ ഞാൻ ചെയ്യുക, അതിൽ നിന്നുള്ള എന്താ ഫീഡ്ബാക്ക് എടുക്കുക, അങ്ങനെ ചെയ്യാം. നമ്മുടെ ഓഡിയൻസിനായിട്ടൊരു പാട്ട് പാടി നമുക്ക് തുടങ്ങാൻ പാട്ട് പാടാം അല്ലേ? കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ, பொன்மணி உன் வீட்டு சௌக்கியமா நான் இங்கு சௌக்கியமே, உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது, ஓஹோ கண்மணி அன்போடு காதலன் நான் எழுதும் கடிதமே, പൊന്മണി ഉൻ വീട്ട് സൗഖ്യമാ ഞാൻ ഇങ്ക് സൗഖ്യമേ. അടിപൊളി. സോ ഈ പഴയ പാട്ടിന്റെ ഒരു ഫാനാണോ? ആണത്. നിസ്സംശയം പറയാം. എല്ലാം എൻജോയ് ചെയ്യും. പക്ഷെ ഞാൻ പാടുന്നത് മിക്കവാറും ഞാൻ കറക്കി കുത്തി ഇങ്ങനെ വരുമ്പം പഴയതിലേക്കാണ്. ഇപ്പൊ ഈ റാപ്പിലേക്കുള്ള ഷിഫ്റ്റ് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് ഈ റാപ്പ് ആക്ച്വലി അതിന്റെ വിഷ്വൽസ് ചെയ്യുമ്പം ബോഡി ലാംഗ്വേജസിലൊക്കെ കൊണ്ടുവരേണ്ട ഒരു ചേഞ്ച് ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ പ്ലേ ബാക്ക് സിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേജ് ഷോസ് ആണെങ്കിലും പാട്ട് പാടുമ്പം അധികം അങ്ങനെ ഫിസിക്കലി നമുക്കൊരു ഫിസിക്കൽ ചേഞ്ച് കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നില്ല. എക്സ്പ്രഷൻസ് റാപ്പിലേക്ക് വരുമ്പോൾ ആ ഒരു ചേഞ്ച് ഉണ്ടല്ലോ, അത് അഡാപ്റ്റ് ചെയ്യാൻ ഈസി ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു ഏത് ആർട്ട് ഫോം ആണെങ്കിലും നമ്മളത് എടുക്കുമ്പോൾ എന്ന് വെച്ചാൽ പാട്ട് ഏതാണോ നമ്മൾ ചൂസ് ചെയ്യണേ അത് നമ്മുടെ ഉള്ളില് കയറിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കലി ഫേസിലും എല്ലായിടത്തും വരും. ഇപ്പൊ ഫാസ്റ്റ് സോങ് പാടുന്ന പോലെ അല്ലല്ലോ, മെലഡി പാടണമെങ്കിൽ കുറച്ച് സ്വീറ്റ് ഒക്കെ ആയി മുഖമൊക്കെ അങ്ങനെ ആവും. ഇപ്പൊ ഞാൻ ചിരിച്ചോണ്ടല്ലേ പാടിയത്. ഫാസ്റ്റ് സോങ് ആവുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് കുറച്ച് മൂവ് ഒക്കെ ചെയ്ത് പാടും. അതുപോലെ തന്നെയാണ് ഈ ഒരു ജോണർ. റാപ്പ് ആവുമ്പോഴും നമ്മൾ റെബൽ പോയിട്രി ആണ് ചെയ്യണതെന്ന് വെച്ചാൽ ആ ഒരു സ്പിരിറ്റ് നമ്മുടെ ഉള്ളിലുണ്ടാവും, ഒരു ഫയർ നമ്മുടെ ഉള്ളിലുണ്ടാവും. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ഫേസിൽ വരും. അപ്പോഴാണ് ഓഡിയൻസിനും അത് ഇമ്പാക്ട്ഫുൾ ആവുള്ളൂ. അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് അങ്ങനെ എഫേർട്ടൊന്നും എടുക്കേണ്ടി വരാറില്ല. ചില പെർഫോമൻസ് ഒക്കെ കഴിയുമ്പോൾ തോന്നും ഓക്കെ ഈ ഒരു അറ്റയർ ചെയ്യണ്ടായിരുന്നു, മറ്റേ ചെയ്താൽ മതി. ഞാനെല്ലാം സാരിയെ കൊടുത്ത് റാപ്പ് ചെയ്യാറുള്ളതാണ്. ഇപ്പം വൈൽഡ് വിമൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഫീമെയിൽ റാപ്പേഴ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ഉണ്ട്. അവരിതുപോലെ സാരി ഉടുത്തിട്ടാ റാപ്പ് ചെയ്യുക. ഇതുപോലെ ഞാനൊരു പ്രാവശ്യം
സാരി ഉടുത്ത് ഇവിടെ ഫിലിം ഫെസ്റ്റിവലിന് ഒരു പെർഫോമൻസ് ചെയ്തിരുന്നു. അതിന്റെ റീല് ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ട് എനിക്ക് മുംബൈയിൽ നിന്നൊക്കെ കുറച്ച് പേര് വിളിച്ചു. ഞാൻ സാരിയിൽ റാപ്പ് ചെയ്യണത് അന്ന് അധികം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പിന്നെ എല്ലാം കോമൺ ആയി തുടങ്ങി. പക്ഷെ അന്ന് 2-3 വർഷം മുമ്പ് അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ് എന്നൊക്കെ പറയാം. അപ്പോൾ പിന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന അറ്റയർ അത് നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ പിന്നെ അതും ഫേസിൽ വരുന്ന എക്സ്പ്രഷൻസും അങ്ങനെ കോൺട്രാഡിക്റ്റ് അതൊന്നും കുഴപ്പമില്ല. എന്നുവെച്ചാൽ സാരി ആണെങ്കിൽ സാരി എന്താണെങ്കിലും നമ്മൾ പറയണതിൽ കാര്യം ഉണ്ടായാൽ മതി. അതിനനുസരിച്ച് മുഖത്തും എക്സ്പ്രഷൻ വരും. സാരിയിൽ ശരിക്കും സ്വാഗാണ്. ശരിക്കും സാരിയിലേ എന്തും ചെയ്യാം. എന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ അതാവാം. എടുത്ത് കുത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഡപ്പാങ്കൂത്ത് എന്ത് വെച്ചാൽ പാടാം. അതെടുത്ത് കറക്കാം. ഫ്ലെയർ ഫുള്ള് ഇട്ടിട്ട് ചെയ്യാം. എന്ത് വേണമെങ്കിൽ ചെയ്യാം. സാരി ഭയങ്കര സംഭവമാണ്. റാപ്പ് ചെയ്യുമ്പോഴും അതെ രസമാണ് അത്. ആ ഒരു ഫീല് പുള്ളി അതിൽ നമ്മുടെ ഫെമിനിൻ എനർജി ഫുള്ളായിട്ട് പുറത്തേക്ക് കാണിക്കാൻ പറ്റുന്ന ഒരു അറ്റയറാണ് സാരിമേ. അപ്പൊ അതുകൊണ്ട് സാരി ഉടുത്ത് റാപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്റ്റോറി ടെല്ലിങ്ങും ഇനിഷ്യൽ സ്റ്റേജ് മുതലേ കൂടെ ഉണ്ടായിരുന്നതാണോ? ഒന്നും സത്യം പറഞ്ഞ എന്റെ ചെറുപ്പത്തില് റാപ്പും ഉണ്ടായിരുന്നില്ല, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടായിരുന്നില്ല, കവിത ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റോറി ടെല്ലിംഗ് സത്യം പറഞ്ഞ ഞാൻ എന്നിലെ അമ്മ ജനിച്ചപ്പോ പുറത്തേക്ക് വന്നതാണ് എന്റെ സ്റ്റോറി ടെല്ലിംഗ് കഴിവൊക്കെ. അതുവരെ ഞാൻ പറഞ്ഞ പാട്ട് പാടും, മെലഡി പാടും, ഹിപ്പ് ഹോപ്പ് ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. കവിത ചെറുപ്പത്തിൽ നമ്മളിപ്പോ എല്ലാവരും ചൊല്ലിണ്ടാവുമല്ലോ, കുറച്ച് കവിതകളൊക്കെ പഠിച്ച് അങ്ങനെയൊക്കെ വായിക്കും. കവിത വായിക്കാൻ ഇഷ്ടമായിരുന്നു. അത് കഴിഞ്ഞ് മോനുണ്ടായപ്പോ ഇപ്പൊ വീട്ടിലെല്ലാവരാണെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോ എന്റെ കസിൻസിന്റെ കുട്ടികളൊക്കെ ആണെങ്കിലും ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വർത്തമാനമൊക്കെ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ കഥയൊക്കെ പറഞ്ഞിട്ടാണ് ഭക്ഷണമൊക്കെ കൊടുത്തിരുന്നത്. അപ്പോ എനിക്കും അങ്ങനെ ഒരു ഫോൺ അല്ലെങ്കിൽ TV കാണിച്ച് ഭക്ഷണം കൊടുക്കാന്നുള്ളത് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതൊന്നല്ല. പക്ഷെ സോഷ്യൽ മീഡിയ അതിനെ വൈറലാക്കിയതാണ്. അപ്പൊ അത് വളരെ കാഷ്വൽ ആയിട്ട് ഞാൻ പാട്ട് പാടും. അല്ലെങ്കിൽ അച്ഛൻ ചൊല്ലണ കവിതകൾ അതൊക്കെയാണ് ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ ദേശത്തിന്റെ കവിതയൊക്കെ അച്ഛൻ ചൊല്ലിയിട്ടാണ് ഞാൻ കേട്ടിരിക്കണേ, അവനും കേട്ടിരിക്കണേ. അപ്പം അങ്ങനെ വളരെ കാഷ്വലായി നാച്ചുറലായി നടന്നിരുന്ന ഒരു പ്രോസസ്സിനെ സോഷ്യൽ മീഡിയ അതുപോലെ വൈറലാക്കിയതാണ്. പാട്ട് പാടിക്കൊണ്ട് ഭക്ഷണം കൊടുക്കുന്ന ഒരു അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് മേ ബി എന്റെ പേരാണെങ്കിൽ ആരും മൈൻഡ് ചെയ്യില്ല. ജയരാജുകാരുടെ മോളാണല്ലേ, അങ്ങനെയായിരിക്കും എന്നൊക്കെ പറയും. ഇത് പേരൊന്നുമില്ലാണ്ട് വെറുതെ ഇങ്ങനെ വീഡിയോ പ്രചരിച്ചപ്പോഴാണ് ഇങ്ങനെ വൈറലായി. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞ ഒരു പബ്ലിഷേഴ്സ് ആണ് എൻ്റെ അടുത്ത് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സെഷനായിട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. കുട്ടികൾക്കുള്ള ഒരു സെഷനായിട്ട് സ്റ്റോറി ടെല്ലിങ്ങും കവിതകളും ഒക്കെ കൂടിയിട്ട്. അങ്ങനെ അതിനു മുമ്പ് ഞാൻ ഓൺലൈനിൽ വെറുതെ ഒരു ട്രയൽ നടത്തി. ആരെങ്കിലും ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു കവിതാ വർക്ക്ഷോപ്പ്, കുട്ടി കവിതാ വർക്ക്ഷോപ്പ് നടത്തുന്നുണ്ട്, ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് ഫുള്ളായി പെട്ടെന്ന് തന്നെ. എനിക്ക് തോന്നുന്നു 30+30 60 ആൾക്കാർ അപ്പൊ തന്നെ ജോയിൻ ചെയ്തു. 2 ബാച്ച് ആക്കേണ്ടി വന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഓക്കെ, ഇതിന് ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. സ്റ്റോറി ടെല്ലിംഗ് മലയാളത്തില് കവിതയും ഇതൊക്കെ കൂടി ചെയ്യുന്നവര് ഇതുപോലെ കുറവാണ്. മറ്റേത് പേർപ്പസ്ലി എടുത്ത ഡിസിഷൻ ആയിരുന്നെങ്കിൽ ഇത് എന്നിലേക്ക് വന്ന് ചേർന്നതാണ്. അപ്പോൾ അങ്ങനെ സെഷൻ ചെയ്തു തുടങ്ങിയപ്പോൾ ഇപ്പൊ ഇന്നലെ ഞാൻ ഇപ്പോൾ ലിറ്റിൽ ബിഗ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റിവൽ നടക്കും, കുട്ടികളുടെ ഒരു ഫെസ്റ്റിവൽ നടക്കും. അപ്പൊ സെഷൻ തുടങ്ങുന്ന സമയത്ത് മേ ബി കുറച്ച് കുട്ടികളെ ഉണ്ടാവുള്ളൂ, ഒരു 3, 4, 5 പേരൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം എല്ലാവർക്കും എന്നെ അറിയണമെന്നില്ല, അപ്പോൾ എന്താ ചെയ്യാൻ പോണേന്ന് അറിയണമെന്നില്ല. അപ്പോൾ വോളണ്ടിയേഴ്സ് ഇങ്ങനെ ചോദിച്ചു, തുടങ്ങിയാൽ നമുക്ക് 5 മണിയായി, കുട്ടികളെ ആരെയും കാണണേ. ഞാൻ പറഞ്ഞു തുടങ്ങിക്കോളൂ, ഒക്കെ നോക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. 4-5 പേര് ഇരുന്നു. ഞാൻ തുടങ്ങി. ഒരു പാട്ടൊക്കെ പാടുമ്പോഴത്തേക്കും നിറഞ്ഞ ആൾക്കാര്. അപ്പൊ പിന്നെ കവിത ചൊല്ലിക്കഴിഞ്ഞാൽ പേരൻസ് വരും. കുട്ടികളെക്കാൾ കൂടുതൽ പേരൻസിനാണ് ഈ കഥയും കവിതയൊക്കെ കേൾക്കേണ്ടത്. കാരണം നമുക്കിപ്പോ ആരും കഥ പറഞ്ഞു തരാനൊന്നും ഇല്ലല്ലോ. ആരാ നമുക്ക് ജ്യോതിഷിക്കാരെയും കഥ പറഞ്ഞു തരാം. അപ്പോ കഥ എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ ഒരു നാച്ചുറൽ ഇൻസ്റ്റിക്റ്റ് ആണ് കഥ കേൾക്കാനുള്ള ഇഷ്ടമൊക്കെ. അപ്പൊ ഞാനൊരു കഥയും കവിതയൊക്കെ തുടങ്ങിയപ്പോ ആൾക്കാർ നാച്ചുറലി വന്നു. അപ്പൊ അതിനൊരു ഓഡിയൻസ് ഉണ്ട് സത്യം പറഞ്ഞ ഇപ്പോഴും. പക്ഷെ എനിക്കറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഓഡിയൻസ് ഉണ്ടെന്നും ഇങ്ങനെ ഒരു ഫീൽഡ് തന്നെ ഇവിടെ ആക്റ്റീവ് ആക്കാൻ പറ്റുന്ന എനിക്കറിയില്ലായിരുന്നു. പക്ഷെ താങ്ക്ഫുള്ളി മോൻ വഴി അത് സംഭവിച്ചു. ഇപ്പം നല്ല ആക്റ്റീവായി പോണു. സ്റ്റോറി ടെല്ലിംഗ് ശരിക്കും പേരന്റിങ്ങിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ? ഞാന് മോന് സത്യം പറഞ്ഞ ചന്തുവിന് ഒരു ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഒരാള്
കഥ വായിച്ചു കൊടുത്താലും അവനിരിക്കും. അങ്ങനെ ഒരു നേച്ചറാണ്. അതുപോലെ എല്ലാ കുട്ടികളും ഇരിക്കണമെന്നല്ല. പക്ഷെ അതൊരു നല്ല മാർഗമാണ്. നമുക്കിപ്പോ സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചന്തു ഉണ്ടായ സമയത്ത് ഞാന് ഇത്ര ബിസി അല്ലായിരുന്നു. പിന്നെ ഈ കരിയറും കൂടി വന്നപ്പോഴാണ് ഞാൻ ഇത്രയും ബിസി ആയത്. മേ ബി വർക്കിംഗ് മോംസിനൊന്നും അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. നമുക്കതിനെ ബ്ലെയിം ചെയ്യാനും പറ്റില്ല. ഞാനും ഇപ്പൊ രാവിലെ ഒരു 9 മണിക്ക് പോയി രാത്രി 8 മണിക്ക് തിരിച്ചു വരുന്ന ഒരു മോം ആയിരുന്നെങ്കിൽ, ഓഫീസ് ജോലി ആയിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അറ്റ്ലീസ്റ്റ് നമുക്ക് വൺസ് എ ഡേ ഒക്കെ ഒരു മീല് കുട്ടിയുടെ കൂടെ ചെലവഴിക്കാൻ പറ്റും. അതിലൂടെ അവർക്ക് നമുക്ക് ഇതൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ഒരു മീലിൽ ഒരു കഥ, ഇപ്പൊ ഒരു ദിവസം ഒരു കഥ കുട്ടി കേൾക്കില്ലേ, അല്ലെങ്കിൽ ഒരു കവിത കേൾക്കും. അത് ഞാൻ എല്ലാവരോടും ഇങ്ങനെ എല്ലാവരും ചോദിക്കും ഇത് എങ്ങനെയാ ഇങ്ങനെ പറ്റണമൊക്കെ. ഞാൻ പറയാം എല്ലാ ദിവസവും വെച്ചപ്പോ പ്രോഗ്രാമിന് വേണമെങ്കിൽ വൈകിട്ട് 4 പോയാ 11 തിരിച്ചു വരാം. അപ്പൊ ഞാൻ അത് രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് കോമ്പൻസേറ്റ് ചെയ്യും. ഒരു പ്രാവശ്യം അവൻ്റെ കൂടെ ഇരുന്നിട്ട് ഒരു കഥ അല്ലെങ്കിൽ കവിത പറഞ്ഞു കൊടുക്കും. അത് കുറച്ച് നമുക്ക് തിരിച്ചു പണി തരും. കാരണം അത് ബുക്കില്ലാണ്ട് അവൻ കഴിക്കില്ല എന്നായിട്ടുണ്ട്. പക്ഷെ അതൊരു പേരന്റിങ്ങിന് എനിക്ക് തോന്നുന്നു അത് കഥയും കവിതയും ഭയങ്കര നല്ല. നമ്മള് കഥ കേൾക്കുമ്പോൾ കഥ പറയുമ്പോഴൊക്കെ കേൾക്കണ സമയത്ത് നമുക്ക് അതിൽ കുറേ ഇമോഷൻസ് കടന്നു പോകും. ഒരു ഒരു കുട്ടിയോടുള്ള നമ്മുടെ ഒരു സഹാനുഭൂതി, അതായത് നമ്മുടെ ഒരു എംപതി എങ്ങനെ വർക്ക്ഔട്ട് ആവണം എന്നുള്ളത് കഥയിൽ നിന്ന് നമുക്ക് കിട്ടുക. അപ്പൊ ആമയുടെ മുയലിന്റെ കഥയാണെങ്കിലും അല്ലെങ്കിൽ കുറുക്കന്റെയും കൊക്കിന്റെയും കഥയാണെങ്കിലും എന്താണെങ്കിലും അതിൽ നിന്നൊരു ലെസൺ നമുക്കുണ്ട്. അത് ഓരോ കുട്ടിയും ഓരോ പോലെ ഇന്റർപ്രറ്റ് ചെയ്യുക. മിക്കവാറും നല്ല രീതിയിൽ തന്നെയാണ് കുട്ടികൾക്ക് അത് വരിക. അപ്പൊ കഥ എന്നുള്ളത് കുട്ടികളുടെ ഡെവലപ്മെന്റിന് എനിക്ക് തോന്നുന്നു പേരന്റിങ്ങിലും വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പേരൻസിനും കുട്ടിക്കും ഒരേപോലെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് ആക്ച്വലി കഥ ചിലവർക്ക് ക്ഷമയുണ്ടാവില്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പ്ലേ ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്ക് കഥയൊക്കെ പ്ലേ ചെയ്ത് കൊടുക്കാം, പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കാം. അവരതിന് യൂസ് ടു ആവും. സ്ക്രീൻ ഇല്ലാണ്ട് ഓഡിയോ കേട്ടിട്ട് കഴിച്ചു തുടങ്ങും. അപ്പൊ ക്ഷമയില്ലാത്തവർക്ക് അതൊരു ടിപ്പ. കുറെ ഉണ്ട്. ലാലാ സ്റ്റോറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓഡിയോ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പൊ. അപ്പൊ ഈശ്വര ഇതൊരു പേരന്റിങ് പക്ഷെ ഇതൊക്കെ പറയണം, പറഞ്ഞാലാണ് കൂടുതൽ പേരിലേക്ക് എത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതിന്റെ അർത്ഥം കുട്ടികൾ അത് കേൾക്കുന്നവരുണ്ടെന്നല്ലേ. നല്ലതാണ് പേരന്റിങ്ങിൽ കഥയും കവിതയൊക്കെ. ഞാനും എൻജോയ് ചെയ്യണു. മുൻപൊരു വീഡിയോ ഇട്ടായിരുന്നല്ലോ, ഈ റാപ്പിന് ശേഷമാണ് ഈ എഴുതാനുള്ളൊരു കഴിവുണ്ടെന്ന് മനസ്സിലായത്. അപ്പൊ ഇനിയും അടുത്തൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആയിട്ട് എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന്. അത് ശരിക്കും എന്തൊക്കെ കഴിവുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കിയത് അതിനുശേഷം? ഞാൻ ആഡ് ഫിലിംസിന് സ്ക്രിപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്തോ ഞാനിങ്ങനെ വെറുതെ പറഞ്ഞതാണ് ആ റെസൊല്യൂഷന്റെ കാര്യം. പക്ഷെ അതൊന്നും എഴുത്തേ ഇല്ലാത്ത ആൾക്ക് റാപ്പ് കഴിഞ്ഞിട്ട് പിന്നെയും വീണ്ടും എഴുത്ത് വരികയെന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇത് ശരിക്കും വർക്കൗട്ട് ആവുമോ എന്ന് തോന്നും. പക്ഷെ ഞാൻ എഴുതിയൊരു ആഡ് ഫിലിം പുറത്ത് വന്നു. അപ്പോഴാണ് ഓക്കെ അത് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. ഓൾറെഡി ഞാനും പല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പൊ പിന്നെ കൂടുതലൊക്കെ വന്നു ചേരുന്നതാണ്. ഞാൻ പുതിയതായിട്ടൊന്നും കണ്ടുപിടിക്കാറില്ല. ഇതും സ്ക്രിപ്റ്റ് ചെയ്യോ എന്ന് ചോദിച്ചു വന്നതാ. അപ്പൊ ഞാൻ ഓക്കെ പറഞ്ഞു, അങ്ങനെ ചെയ്തതാ. പിന്നെ നീ കഴിവുണ്ടോ എനിക്ക് അറിഞ്ഞുപോവാ. ഇത്രയൊക്കെ മതി ഇങ്ങനെ പോണു ഞാൻ. ഇപ്പം എഴുതിയിട്ടുള്ള ഈ റാപ്പുകളിലൊക്കെ അല്ലെങ്കിൽ പാട്ടുകളിൽ ഇപ്പം ഇന്ദുലേഖ എന്ന പേഴ്സന്റെ ഇത്ര ഒരു പെർസെന്റേജ് ആ പാട്ടിലുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് ഏതിലായിരിക്കും? എല്ലാ പാട്ടിലും കുറച്ച് അതുണ്ട്. അതില്ലാണ്ട് എഴുതണമെങ്കിൽ കൊമേഴ്ഷ്യൽ എന്തെങ്കിലും സാധനമായിരിക്കും, വല്ല ജിങ്കിളോ അല്ലെങ്കിൽ അങ്ങനെ ജിങ്കിൾസിനൊക്കെ വേണ്ടി ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനിക്ക് വേണ്ടിയൊക്കെ എന്തെങ്കിലും ആന്തം പോലെയൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ഇതായിട്ട് എനിക്ക് ബന്ധമില്ലല്ലോ എന്ന്. പക്ഷെ ഞാൻ അത് അങ്ങനെ ചെയ്ത് നിർത്തി. ഇപ്പൊ മിക്കവാറും ചിലപ്പോൾ റാപ്പ് എഴുതിക്കൊണ്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് ഇത് റാപ്പാണെന്ന് പറയും. അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. നമുക്ക് ഒരിക്കലും ആ ഒരു ജോണറിലേക്ക് വിടാൻ പറ്റാത്ത ലിറിക്സ് ആയിരിക്കും. ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടി റാപ്പ്, അങ്ങനെ വലിയവർക്ക് വേണ്ടി റാപ്പ്, അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് അങ്ങനെ ഇത് റാപ്പ് ആക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു തരും. അതൊന്നും നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ എഴുതുന്നതിൽ മിക്കവാറും എൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ പെണ്ണാണെങ്കിലും ഫ്രീഡം എന്ന് പറഞ്ഞിട്ട് റാപ്പുണ്ട്. എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ വാക്ക്, എൻ്റെ നോക്ക്, എൻ്റെ രീതി, എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ സ്റ്റൈൽ, എൻ്റെ ചിരി, എൻ്റെ മേക്കപ്പ്, എൻ്റെ ബോഡി, എൻ്റെ ഫ്രീഡം, അങ്ങനെ പറഞ്ഞ റാപ്പുണ്ട്. അതൊക്കെ ഞാനിപ്പോ ഇങ്ങനെ സ്ലിം ആയിട്ട് ഇരിക്കണേന് തന്നെ ബോഡി ഷേപ്പിംഗ് കിട്ടാറുണ്ട്. അതിപ്പോ ഇറങ്ങിയാല് അയ്യോ ഒന്നും കൂടി മെലിഞ്ഞോ എന്തോന്ന് ചോദിക്കും. അത് കേൾക്കാൻ വലിയ രസമൊന്നുമില്ലല്ലോ.
പിന്നെ ഡ്രസ്സിങ് പിന്നെ എല്ലാവർക്കും കേൾക്കണം. അപ്പോ അത് വെച്ചിട്ടാണ് ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വിമൻ ഓറിയന്റഡ് ഒന്നല്ല. അത് ജെൻഡർ ന്യൂട്രൽ എല്ലാവരും കേൾക്കണതാണ്. പിന്നെ ഒരു വരും കാലം എന്ന് പറഞ്ഞിട്ടൊരു റാപ്പ് ചെയ്തിരുന്നു. അതെന്ന് വെച്ചാ കളി കളിച്ചൊന്നു പഴകിയ പഴയ കാലം തൊറ്റു തൊപ്പിയിട്ടു മടങ്ങിയ പഴയ കാലം തോൽവി പേടിച്ചെങ്ങു ഓടിപ്പോയ പഴയ കാലം ഹേ ഇത് പഴയതല്ല പുതിയ കാലം ലിസൺ കാലം തെളിയാൻ വേണം ടൈം ഡേ ഭാഗ്യം വരാൻ വേണം ടൈം ഡേ തലയിൽ ബൾബ് കത്താൻ വേണം ടൈം ഡേ ഇല്ലെങ്കിൽ പറയും നീ എവിടുന്ന് വരുന്നടേ അങ്ങനെ ഒരു റാപ്പ്. ഇതും നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ അനുഭവിച്ചുള്ളതാണ്. നമുക്ക് ടൈം ആയാൽ തന്നെ നമ്മുടെ എല്ലാം പുറത്തേക്ക് വരുള്ളൂ. അപ്പോൾ ഇതിലെല്ലാത്തിലും എൻ്റെതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും. അല്ലാതെ നമുക്ക് എഴുതാൻ പറ്റില്ല. നമ്മുടെ ഓൺ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഓൺ എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിലേ വരുള്ളൂ കയ്യിൽ. എഴുത്ത് വരുള്ളൂ. ഇപ്പൊ ഇനിയും റാപ്പിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്ത്രീകളുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും? എഴുതി ഇങ്ങനെ വെച്ചിട്ട ഒരു കാര്യമില്ല. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കൽ വളരെ കുറവാ. എഴുതി കഴിഞ്ഞാൽ ഞാനത് പബ്ലിഷ് ചെയ്യും. എഴുതി വെച്ചിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കും ഇൻസ്റ്റഗ്രാമിൽ. എനിക്കൊരു റാപ്പ് എഴുതിയിട്ടുണ്ട്. ശരിക്കും വായിച്ചു നോക്കിയാൽ നല്ലതാണ് അവരത് പക്ഷെ പുറത്തേക്ക് കൊണ്ടുവരാത്തതാണ്. എക്സിക്യൂട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ. ഒന്നും വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ മയിൽപ്പീലി ബുക്കിൻ്റെ ഉള്ളിൽ വെച്ച് വെക്കണ പോലെ ഡബിൾ ആവുകയോ ഒന്നും ചെയ്യുന്നില്ലോ എന്ന് വെച്ചാൽ അതൊരു വിത്താണ്. എന്നാലും അങ്ങനെ ബുക്കിനുള്ളിൽ ഇരിക്കുന്തോറും അതങ്ങനെ ഇരിക്കുകയുള്ളൂ. നമ്മൾ സൂക്ഷിച്ച് നമ്മൾ തന്നെ താലോലിച്ച് നമ്മളതിനെ കറക്റ്റ് ചെയ്ത് വഷളാക്കി അതിനും പകരം 4 പേര് നമുക്കിപ്പോൾ വളരെ സിമ്പിളാണ് 4 പേരിൽ എത്തിക്കാൻ. അത് നല്ലതാണെങ്കിൽ ഹിറ്റാവും. കാരണം ഇതുപോലൊരു സ്പേസും വീട്ടിലൊരു സ്പേസും ഒരു ലൈറ്റ് ഒരു മൈക്കും വേണ്ട. ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അല്ലേ? എന്തിപ്പോ ജ്യോതിഷ ഒരു റാപ്പ് എഴുതി വീട്ടിൽ വെച്ചുകൊണ്ട് കാര്യമില്ല. പക്ഷെ ഒരു അതിനൊരു എഫേർട്ട് എടുക്കണം. ഒരു ലൈറ്റൊക്കെ വെച്ച് നല്ല ഇതായിട്ട് പെർഫോം ചെയ്യാൻ. പക്ഷെ പെർഫോം ചെയ്താൽ എക്സിക്യൂട്ട് ചെയ്യുക അത്ര എനിക്ക് പറയാനുള്ളൂ. അത് 4 പേര് കേൾക്കുന്ന പോലെ ഫോണിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിലോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ട് സ്പിറ്റ് ഔട്ട് ചെയ്യുക. ഇപ്പൊ സോഷ്യൽ മീഡിയ അതിനുള്ള ഏറ്റവും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം അല്ലേ? അത് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ നല്ലതാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നെഗറ്റീവ് കമന്റ്സ് കേൾക്കാനുള്ള ഒരു തൊലിക്കട്ടി കൂടി ഉണ്ടാവണം. എനിക്ക് ആക്ച്വലി ആദ്യമൊക്കെ നമ്മൾ നല്ല ഇങ്ങനെ മെലഡിയൊക്കെ പാടിയിടും. അപ്പോ എല്ലാവരും നല്ല കമന്റ്സ് പറയും. അല്ലെങ്കിൽ മേ ബി 1-2 പേര് ഇതെന്ത് പാട്ടാന്ന് ചോദിക്കുമായിരിക്കും. പക്ഷെ റാപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയല്ല. ഒരു 50% നല്ല കമന്റ്സ് ആണെങ്കിൽ 50% മോശമായിരിക്കും. അയ്യോ സ്ത്രീകൾ പറയാന്ന് പറയുമ്പോൾ അത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റില്ല. അത് സെയിം സാധനം പുരുഷൻ പറയുമ്പോൾ അവര് 2 കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ ഈ പെണ്ണ് തന്നെയാണല്ലോ പറയുന്നത് ചെയ്യാ. ഈ പെണ്ണ് എന്താ പറയണേ ഈ പെണ്ണ് അത് അതുമായിട്ട് യൂസ് ടു ആവേ വഴിയുള്ളൂ. അത് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമൊക്കെ ഇരുന്ന് അയ്യോ ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത് ആനന്ദിന്റെ അടുത്ത് പറയും അയ്യോ എന്താ ഞാൻ എത്ര കഷ്ടപ്പെട്ട് ഇത് സത്യമല്ല. ഇത് സത്യമാണ്. അതുകൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയണത്. അത് ദഹിക്കാണ്ടാവുമ്പോഴാണ് ഇൻഡൈജഷൻ വരുമ്പോഴാണ് പുറത്തേക്ക് കയറണത്. ഇപ്പൊ എഴുതുന്ന ടൈമിലാണെങ്കിലും ലൈക് വരികളാണോ അതിന്റെ ടോണായിരുന്നോ എന്തായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക? എന്തെങ്കിലും ഒരു ബീറ്റ് പ്ലേ ചെയ്തിട്ടാ എഴുതാറ്. എന്തെങ്കിലും ഒരു സാമ്പിൾ യൂട്യൂബിൽ നിന്ന് എടുത്തിട്ട് അതിനനുസരിച്ചാണ് ചെയ്യുക. ഇപ്പോൾ ന്യൂ ഇയർ റെസൊല്യൂഷൻ ഒരു റാപ്പ് ചെയ്തിരുന്നു. അതും ഇപ്പം ഞാൻ എന്തെങ്കിലും കുറച്ചെണ്ണം കേൾക്കും. കേട്ടിട്ട് ആ ഒരു ഏതാണോ നമുക്ക് ഇഷ്ടമാവണ ആ ഒരു എന്താ പറയുക ഒരു സ്പീഡും ടെമ്പോയും ആ ഒരു വേഴ്സസിന്റെ ഒരു ഫ്ലോ ഒക്കെ ഏതിനാണോ വരണേ അതിനനുസരിച്ചാണ് എഴുതാറ്. ഞാനതിനെ ചെയ്യാറ്. ഓക്കെ. ഇനി കുറച്ച് ചെറുപ്പകാലത്തേക്ക് പോയി കഴിഞ്ഞാൽ അച്ഛനൊരു പബ്ലിക് ഫിഗർ ആണ്. മുമ്പൊരു ഇന്റർവ്യൂവിൽ കണ്ടിട്ടുണ്ട് ജയചന്ദ്രൻ സാറൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് അറിയില്ലായിരുന്നു അദ്ദേഹം ഒരു ലെജൻഡ് ആയിരുന്നു എന്നുള്ളതൊക്കെ. അപ്പം ഇവിടെ നിന്ന് ഈ സംഗീതത്തിലേക്കുള്ള ഒരു എൻട്രി ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? പാട്ട് കർണാട്ടിക്കും ഇതൊക്കെ പഠിപ്പിക്കാൻ അയച്ചതൊക്കെ അമ്മയാണ്. അമ്മയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. അച്ഛൻ ഓപ്പർച്യൂണിറ്റീസ് വരുന്ന കാര്യത്തിൽ അച്ഛനാണ് എപ്പോഴും ഇപ്പോഴും. ഞാൻ ഭയങ്കര ഷൈ ആയിരുന്നു. ഷൈ എന്ന് പറഞ്ഞാൽ അത്രയും ഇൻട്രോവേർട്ട് അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. സ്റ്റേജ് ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റേജ് ഫിയർ ഇപ്പോഴും ഉണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഭയങ്കര സ്റ്റേജ് ഫിയറും ഞാൻ ഒരിക്കലും പാട്ടുകാരിയേ ആവില്ല എന്ന് വിചാരിച്ചതാ.
എനിക്ക് അറിഞ്ഞൂടാ. അച്ഛനാണെങ്കിൽ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ടാണ്. അമ്മയും എക്സ്ട്രോവേർട്ടാ. രണ്ടുപേരും നന്നായി സംസാരിക്കും. ആൾക്കാരായിട്ട് വളരെ സോഷ്യലി കണക്റ്റഡ് ആണ്. ഞാൻ നേരെ തിരിച്ചാ. അപ്പോ പാട്ട് ഞാൻ എവിടെയെങ്കിലും ഇപ്പൊ ബിടെക്കാ ചെയ്തേ. ബിടെക് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിച്ചു. ഞാൻ സിടിഎസിൽ പ്ലേസ്ഡ് ആയിരുന്നു. നമുക്ക് ഐടി കമ്പനി മതി. അവിടെ പോവാ, ജോലി ചെയ്യാ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എനിക്ക് മൂഡ് തോന്നുമ്പോ പാടുക. അങ്ങനെയായിരുന്നു എന്റെ മൈൻഡില്. അത് കഴിഞ്ഞ് അതിലേക്ക് പോവണ്ടാന്ന് പറഞ്ഞു. ഐടിയിലേക്ക് പോവണ്ടാന്ന് അച്ഛനും അമ്മയും സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. നീ പാട്ട് പാടിയാ മതി. അപ്പൊ ഞാൻ പറഞ്ഞു എന്തൊരു കഷ്ടം. ഞാനല്ലേ പറഞ്ഞു പാട് സിംഗാന്ന്. പക്ഷെ അവര് വിട്ടില്ല. പിന്നെ 2 കൊല്ലം കഴിഞ്ഞ് അപ്പൊ ഞാൻ അടുത്ത പയറ്റി എംബിഎ ചെയ്യാം. എംബിഎ ചെയ്ത് വേറെ ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി കയറിയാൽ പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. അത് കഴിഞ്ഞ് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും പോവാം. അവിടെ സെറ്റിൽ ആവാം. പിന്നെ ഇങ്ങോട്ട് വരികയേ വേണ്ട. അങ്ങനെയായിരുന്നു. അങ്ങനെ എംബിഎ ചെയ്തു. എംബിഎ ചെയ്തിട്ടും ജോലിക്ക് കയറി. പിന്നെ കല്യാണമായി. എന്നാലും അപ്പോഴാണ് റിയലൈസ് ചെയ്യണേ. ഇപ്പൊ വൈകുന്നേരം ഒരു റെക്കോർഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ എനിക്കിത് വിടേണ്ടി വന്നു. പിന്നെ 1, 2 ജോലിന്ന് പിരിച്ചു വിട്ടു. അതും കൂടി ആയപ്പോ 1, 2 ജോലി പിരിച്ചു വിട്ടു പറഞ്ഞാൽ ഒരെണ്ണം വർക്ക് ഫ്രം ഹോം റിക്വസ്റ്റ് ചെയ്ത് കുറെ നേരം കഴിഞ്ഞപ്പോ അവര് പറഞ്ഞു എന്നാ ഇനി മോള് വരണ്ട, എന്നാ വീട്ടിലിരുന്നോളാൻ പറഞ്ഞു. അങ്ങനെ അന്ന് വൈകുന്നേരം എനിക്കൊരു ഷോ ഉണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ദൈവം തോന്നിപ്പിക്കണാണെന്ന് തോന്നുന്നു. കറക്റ്റ് ആ ഒരു ഷോ നല്ല വലിയ ഷോ ആണ്. അത്രയും കാലം ഞാൻ കുറെ ഒരു ബ്രേക്കിന് ശേഷം വലിയൊരു ഷോ ചെയ്യാൻ പോവാ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് തോന്നണ ഇനി ജോലി എന്ന് പറഞ്ഞിട്ടുള്ളത് നടക്കണമല്ല. വെച്ചാ ഓഫീസ് ജോബ് നടക്കണ കാര്യമല്ല. എന്നാ കടലിലേക്ക് എടുത്ത് ചാടാം എന്ന് വിചാരി. അങ്ങനെയാണ് പാട്ട് മതി എന്നുള്ള ഒരു ഇതിലേക്ക് മാറിയത്. പിന്നെ എനിക്കറിഞ്ഞൂടാ. അപ്പോഴാ ഞാൻ വ്ളോഗ്സ് ഒക്കെ ചെയ്തു തുടങ്ങി. എന്താ പറയാ യൂട്യൂബിൽ ഇതിട്ട് തുടങ്ങി. അങ്ങനെയാണ് ഈ കവിത കുറെ പേര് കേട്ടെ. അങ്ങനെ ഒരു കരിയർ ബിൽഡായി. പിന്നെ അങ്ങനെ കടലില് അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു. മറ്റേ റാപ്പിന്റെ പ്ലാൻഡ് ആയിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞപ്പോ നമ്മള് ഒരു അപ്സൈഡ് ഡൗൺ ആവുമല്ലോ. നമ്മള് മൊത്തത്തിൽ മാറും. എന്റെ 2ാം ജന്മം പോലെ എനിക്ക് പലതും പഴയത് ഓർമ്മ തന്നെ വരാറില്ല. ചില സ്ഥലത്ത് പോയതൊക്കെ. ശരിക്കും ഇത് സെക്കൻഡ് ജന്മം തന്നെയാട്ടാ. സെക്കൻഡ് ജന്മത്തിൽ ചില റാപ്പിന്റെ അതിനൊരു ഫയർ വേണം എപ്പോഴും ഉള്ളില്. നമ്മളിങ്ങനെ പൊരുതി നിൽക്കണ ഒരു ഇതിലാണ് ഞാൻ റാപ്പ് ചെയ്തിരുന്നത്. അതൊന്ന് അടങ്ങി ഇടയ്ക്ക് വെച്ച്. അപ്പോഴാണ് ഈ സ്റ്റോറി ടെല്ലിങ് കുറച്ചൊരു മാതൃഹൃദയം ഉണർന്നിട്ടാണ് സ്റ്റോറി ടെല്ലിങ് കവിതയൊക്കെ വന്നത്. അതിപ്പോ കുഴപ്പമില്ലാണ്ട് പോകുന്നോണ്ടാണ് ചെയ്യണത്. പക്ഷെ റാപ്പ് ഒരു 3, 4 എണ്ണം ഞാൻ ഇൻ പ്രോഗ്രസ് ആണ്. ഇന്നലെയും കൂടി ഇങ്ങനെ 1, 2 പേര് പറഞ്ഞു എന്താ ഇപ്പൊ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ചെയ്യും. ഞാൻ എഴുതി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് മ്യൂസിക് പ്രൊഡ്യൂസർ കൂടി വിചാരിച്ചാലേ അത് പുറത്തേക്ക് വരുള്ളൂ. സിംഗിൾസ് ഇൻഡിപെൻഡന്റ് മ്യൂസിക് പുറത്തേക്ക് വരികയെന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഫിലിം മേ ബി എല്ലാവരും കൂടി ചേർന്നാൽ പറ്റും. ഇൻഡിപെൻഡന്റ് അങ്ങനെയല്ല. നമ്മളും ആ ഒരു പ്രൊഡ്യൂസറും തമ്മിലുള്ള ഇതനുസരിച്ചിരിക്കും. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പോണത് ഒരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പൊ ഹോപ്പ്ഫുള്ളി 2026 സംഭവിക്കുന്നു വിചാരിക്കണോ. പെണ്ണോ ഇതിനിടയിൽ കമ്പോസിങ്ങും ഉണ്ടായിരുന്നല്ലോ. അതിങ്ങനെ വലിയ തോതിലല്ല. ഒരു പാട്ട് ചെയ്തു. പാട്ട് പാടാം. ആ പാട്ടിപ്പോ യൂട്യൂബിലൊന്നും ഇല്ല. ഫിലിമിന് ഒരു ദുനിയാവിന്റെ ഒരു അറ്റത്ത് പറഞ്ഞിട്ട് ഫിലിമിന് വേണ്ടിയാണ് അത് കൊടുത്തേ. പക്ഷെ ആ ഫിലിം ഡ്രോപ്പായി. പക്ഷെ ആ പാട്ട് ഞാൻ പാടാം. പാട്ടു പെട്ടിക്കാരാ പാട്ടു പെട്ടിക്കാരാ മൈക്കണ്ണാൽ കഥ പാടും പാട്ടുകാരാ മൈക്കണ്ണാൽ കഥ പാടും പാട്ടുകാരാ നിന്റെ പട്ടുറുമാലിന്റെ കോന്തലിൽ കെട്ടിയ പാട്ടിന്റെ സഞ്ചാരം കേട്ടുവിൽക്കേ പാട്ടുപെട്ടിക്കാരാ പാട്ടുപെട്ടിക്കാരാ മൈക്കണ്ണാൽ കഥ പാടും പാട്ടുകാരാ മൈക്കണ്ണാൽ കഥ പാടും പാട്ടുകാരാ. അടിപൊളി. ഇത് രാജീവ് ഗോവിന്ദൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റൈൽ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹം വെറുതെ വെച്ചിരുന്ന ഒരു പാട്ടാ, കവിത പോലത്തെ ഒരു പാട്ടാ. അപ്പൊ അത് എന്തു ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്നതാ. പിന്നെ ഒരു ഭഗവതി പാട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഒരു പാട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെങ്കനൽ മലർ കണ്ണിൽ ദുർഗാങ്കോരം എന്നുടൽ തുടി ശ്രുതിയിൽ രാഗാമൃതം പുതിയൊരു ജീവന്റെ മിഴിയോൾ
നിൻ സാധകം. അങ്ങനെ ഒരു പാട്ട്, അത് വേറൊരു ജോണറാണ്. അത് രണ്ടുമാണ് എൻ്റെ കമ്പോസിങ് വഴിയിലെ. പിന്നെ ഇടയ്ക്ക് വെച്ചെല്ലാം ഈ പറഞ്ഞ പോലെ ഡൗൺ ആയി. ഇനി എല്ലാം പൊടിതട്ടി എടുത്ത് കൊണ്ടുവരുന്നു. യെസ്. സോ പ്ലേ ബാക്കിലേക്ക് വരുമ്പം ഇപ്പം സലാറിന്റെ ഉണ്ടായിരുന്നു, വളരെ ട്രാക്ക് പാടാൻ പോയി, അവിടുന്ന് ഫൈനലിലേക്ക് തന്നെ പോവുകയായിരുന്നു. അങ്ങനെ പ്ലേ ബാക്കിന്റെ ഒരു കരിയർ നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? പ്ലേ ബാക്ക് 2014 അപ്പോത്തിക്കിരി എന്ന് പറഞ്ഞ ഫിലിമിലാണ് ഫസ്റ്റ് പാടിയത്. അത് സുദീപ് പാൽനാടിൻ്റെ കൂടെയായിരുന്നു. സുദീപേട്ടൻ്റെ കൂടെയാണ് ഫസ്റ്റ് പാടിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ശരത് സാറിൻ്റെ ഒരു ഓട്ടർഷ എന്ന് പറഞ്ഞൊരു ഫിലിമിൻ്റെ ഒരു പാട്ടുണ്ട്. പുതു ചിമ്പ നെല്ല് കുത്തി ചിരിച്ചുലയുന്ന തരിവളയണിഞ്ഞു നീ, അങ്ങനെ ഒരു പാട്ട്. പിന്നെ വിദ്യാജിയുടെ ഒരു പാട്ട് പാടിയുണ്ട് തമിഴില്. പിന്നെ സലാറിലെ ഈ പറഞ്ഞ പോലെ രവി ബസ്രൂർ സാറിൻ്റെ, അത് ഞാനിങ്ങനെ ഇങ്ങനെ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി കുറേ നടക്കാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് എനിക്ക്. ഞാൻ എന്തെങ്കിലും സ്വന്തമായി ചെയ്ത് എപ്പോഴെങ്കിലും സക്സസ് ആവുമായിരിക്കും എന്ന് നോക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് റാപ്പും ഇങ്ങനത്തെ പുതിയ വഴികളൊക്കെ തുറന്നത്. അപ്പോൾ എങ്ങനെയൊക്കെയോ സംഭവിക്കുകയാണ് പ്ലേ ബാക്ക്. ഞാനതിൻ്റെ പുറകെ പോവാറില്ല, അതെൻ്റെ ഒരു ഡ്രോബാക്കാണ്. പക്ഷേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് വീഴുന്ന കുറച്ച് നല്ല പാട്ടുകളാണ് എൻ്റെ ഒരു ഭാഗ്യം. ഇപ്പം ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ ഒരു കൃഷ്ണാഷ്ടമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയിൽ ഔസേപ്പ് ബച്ചൻ സാറിൻ്റെ ഒരു പാട്ട് പാടി, അത് ഞാൻ പാടാം. നേരമിരുളാകുന്നു കണ്ണേ, അമ്മയും ഇരുളിലാണല്ലോ, പയ്യന്റെ കൂടെ മേഞ്ഞാലും നീ കുന്നിൻ കീഴിൽ കളിച്ചാലും നീർച്ചോലകളിൽ രസിച്ചാലും നേരമാകുമ്പോൾ വീടണയോ, നേരമിരുളാകുന്നു കണ്ണേ, അമ്മയും ഇരുളിലാണല്ലോ. ആയിട്ടുള്ളൊരു പാട്ട്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് പാടിയ മോഹൻ സിത്താര സാറിൻ്റെ ഒരു സ്വാമിയും വർക്കിയും എന്ന് പറഞ്ഞിട്ടുണ്ട്. മോഹൻ സിത്താര സാറാണ് എൻ്റെ മ്യൂസിക്. മുമ്പ് ഞാൻ പാടിയില്ല, അസ്ത്ര എന്നൊരു മൂവിയിലെ സാറിൻ്റെ ഒരു പാട്ട് പാടിയിട്ട്. അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു ഫോക്ക് ടൈപ്പ് ഒരു പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഹോപ്പ്ഫുള്ളി അതിറങ്ങും. വരാൻ പോകുന്ന പ്രോജക്റ്റ് അതാണ്. യെസ്, വരാൻ പോണ അതാണ്. അപ്പം അടുത്തൊരു വർഷം ഇപ്പം വരാറായി അല്ലെ? ഈ 2025 പ്ലാൻ ചെയ്തതാണ് ഞാൻ. ഓൾമോസ്റ്റ് കഴിഞ്ഞപ്പോൾ 26 ഓൾറെഡി പ്ലാൻഡ് ആണ്. എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും നല്ലൊരു വോയിസും ഉണ്ട്, അത് നേരിട്ട് കേൾക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം. 2026 ഒരുപാട് നല്ലൊരു വർഷമാവട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ്. ഈ വർഷം നല്ലതല്ല നല്ലത് തന്നെയാണ്. സ്റ്റോറി ടെല്ലിങ്ങും എല്ലാവരെയും പുതിയ ക്രിയേഷൻസ് ഉണ്ടാവട്ടെ അല്ലേ? ഉറപ്പായിട്ട് ഉണ്ടാവട്ടെ. അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച്. ഇത്രയും നല്ലൊരു ക്വാളിറ്റി ടൈം കിട്ടി. ഓക്കെ, ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.